ഇവിടെ ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ, അതായത് വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സിൽ ഫിസിക്കൽ ക്വാളിറ്റീസിൽ വരുന്നതാണ് സസ്പെൻഡഡ് സോളിഡ്സ്. എന്താണ് സസ്പെൻഡഡ് സോളിഡ്സ്? സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനോർഗാനിക് സോളിഡ്സ് ആയിരിക്കും. അതായത് ഒരു വെള്ളത്തിൽ അലിഞ്ഞു ചേരാത്ത, അതായത് ഇനോർഗാനിക് ആണെങ്കിൽ അതെന്തായിരിക്കും? സ്വാഭാവികമായിട്ട് നോൺ ബയോഡിഗ്രേഡബിൾ സോളിഡ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കത് നേക്കഡായി ഉപയോഗിച്ച് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതൊരു ഫിസിക്കൽ പാരാമീറ്റേഴ്സിലായിട്ടായിരിക്കും കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇനി ഡിസോൾവ്ഡ് സോളിഡ്സ്. എന്താണ് ഡിസോൾവ്ഡ് സോളിഡ്സ് എന്ന് പറയുന്നത്? അതായത് ഓർഗാനിക് സോളിഡ്സ് ആയിരിക്കും അത്. അതായത് വെള്ളത്തിൽ ലയിച്ച് ചേർന്ന് പോകുന്നതായിരിക്കും ഓർഗാനിക് സോളിഡ്സ്. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? ബയോഡിഗ്രേഡബിൾ ആയിരിക്കും. അതിനെ നമ്മൾ ഏത് പാരാമീറ്റർ യൂസ് ചെയ്തിട്ടാണ് അനലൈസ് ചെയ്യുന്നത്? കെമിക്കൽ പാരാമീറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും അനലൈസ് ചെയ്യുന്നത്. ഇതാണ് സസ്പെൻഡഡ് സോളിഡ്സും ഡിസോൾവ്ഡ് സോളിഡ്സും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി എന്താണ് ടോട്ടൽ സോളിഡ്സ്? നമ്മളിത് കേൾക്കുന്നതാണ് സസ്പെൻഡഡ് സോളിഡ്സ്, ഡിസോൾവ്ഡ് സോളിഡ്സ്, അതുപോലെ ടോട്ടൽ സോളിഡ്സ്. എന്താണ് ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത്? അതായത് രണ്ടും കൂടി ചേർന്ന് വരുന്നത്. ഓൾ സോൾഡ്, സസ്പെൻഡഡും അതുപോലെ തന്നെ ഡിസോൾവ്ഡും ചേർന്ന് വരുന്നത് തന്നെയാണ് ടോട്ടൽ സോൾഡ്സ് എന്ന് പറഞ്ഞാൽ. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവാപ്രേറ്റിംഗ് ദി സാമ്പിൾ ആൻഡ് മെഷറിംഗ് ദി റെസിഡ്യൂ. സാമ്പിൾ നമ്മൾ ഇവാപ്രേറ്റ് ചെയ്യും. എന്താണ്? ഹീറ്റിംഗ് ടെമ്പറേച്ചർ 104 ഡിഗ്രി സെൽഷ്യസിൽ അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യും. ആ സമയത്ത് ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ ബാക്കി റെസിഡ്യൂവിനെ നമ്മൾ മെഷർ ചെയ്യും. ആ മെഷർ ചെയ്യുന്നതിനെയാണ് ടോട്ടൽ സോൾഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്ററിലെ സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. പിന്നീട് ഡിസോൾവ്ഡ് സോളിഡ്സ് എന്താണെന്നുള്ള ഇക്വേഷനുണ്ട്. ടോട്ടൽ സോളിഡ്സ് മൈനസ് സസ്പെൻഡഡ് സോളിഡ്സ്, അതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇനി റിമൈനിങ് സോളിഡ്സ് ആർ ഇനോർഗാനിക് സോളിഡ്സ് ഓർ ഫിക്സഡ് സോളിഡ്സ്. ബാക്കി റിമൈനിങ് സോളിഡ്സ്, അതായത് ഓർഗാനിക്കിന് ശേഷമുള്ളത് എന്തായിരിക്കും? ഇനോർഗാനിക് സോളിഡ്സ് ആയിരിക്കും. അത് ഫിക്സഡ് സോളിഡ്സ് ആയിരിക്കും. ഓക്കെ.